കോമേഴ്സ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ബിസിനസ് അക്കൗണ്ടിങ് ടേംസിൻ്റെ തന്നെയാണ് ക്ലാസ് നോക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ സെയിൽസ്, പർച്ചേസ്, സ്റ്റോക്ക് ഈ മൂന്നിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനപ്പോൾ കുറേശ്ശെയാണ് നിങ്ങൾക്ക് ബേസിക് അക്കൗണ്ടിങ് ടേംസ് മനസ്സിലാക്കി തരുന്നത്. കാരണം എല്ലാം കൂടിയിട്ട് ഒറ്റയടിക്ക് ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ക്ലാസ്സുകളിൻ്റെ 1, 2, 3, 4 ഒക്കെ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പർച്ചേസാണ്. എന്താണ് പർച്ചേസ് എന്ന് നമുക്ക് നോക്കാം. ദി ടോട്ടൽ എമൗണ്ട് ഓഫ് ഗൂഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ബിസിനസ് കൺസേൺ ബോത്ത് ഫോർ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ എമൗണ്ട് വന്നിട്ട് നമ്മൾ ഗൂഡ്സ് മേടിക്കുന്നത് ചിലപ്പോൾ ക്യാഷിന് റെഡി ക്യാഷ് കൊടുത്ത് മേടിക്കുക, അല്ലെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് മേടിക്കുക. അതായത് പിന്നീട് ലേറ്ററായിട്ട് നമ്മൾ ക്യാഷ് പേ ചെയ്യും. ക്യാഷ് ചെക്ക് ആണെങ്കിൽ പിന്നെ പേ ചെയ്യും. അതുപോലെ നമുക്ക് മേടിക്കാം ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ആർ മെൻറ്റ് ഫോർ സെയിൽ ഈസ് ടേംഡ് ആസ് പർച്ചേസ് എന്ന് വെച്ചാൽ അത് വന്നിട്ട് മേടിച്ചിട്ട് നമുക്ക് ഒന്നെങ്കിൽ മാനുഫാക്ചർ ചെയ്തിട്ട് ഗൂഡ്സ് വിൽക്കാനോ അല്ലെങ്കിൽ നേരിട്ട് മേടിച്ച് വിൽക്കാനോ അങ്ങനെയൊക്കെയാണ് നമ്മൾ പർച്ചേസ് എന്ന് പറയുന്നത്. അതിനെയാണ് പറയുന്നത്. ദേ മേ ബി ഐദർ ഫിനിഷ് ഗൂഡ്സ് മെൻറ്റ് ഫോർ റീസെയിൽ ഓർ റോ മെറ്റീരിയൽ മെൻറ്റ് ഫോർ ഫ്യൂച്ചർ പ്രോസസ്സിങ് ആൻഡ് സെയിൽസ് എന്ന് വെച്ചാൽ റിട്ടേൺ ഓഫ് ഗൂഡ്സ് ടു സപ്ലയർ. പർച്ചേസ് ഏർലിയർ ഈസ് കോൾ പർച്ചേസ് റിട്ടേൺ എന്ന് വെച്ചാൽ ദേ മേ ബി അതർ ഫിനിഷ്ഡ്. ഇപ്പോൾ ഫിനിഷ്ഡ് ആയിട്ട് ഇപ്പോൾ ചെയറൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് വിൽക്കുകയാണെങ്കിൽ അത് ഫിനിഷ്ഡ് ഗൂഡ്സ് ആയിട്ട് വരും. ഇപ്പോൾ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇനി എന്തെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ ചെയറോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടേബിളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ സ്ക്രൂ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രൂ ഒക്കെ മേടിക്കുന്ന ടൈപ്പ് ഓഫ് എന്തെങ്കിലും ആണെങ്കിൽ നമുക്കത് അതായത് സ്ക്രൂ മേടിക്കാനാണെങ്കിൽ ഓക്കെ, നമുക്കപ്പോൾ സ്ക്രൂ ഒക്കെ മേടിക്കണമെങ്കിൽ നമ്മളത് മാനുഫാക്ചർ ചെയ്യണം. എന്തോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യാനായിട്ട് നമ്മൾ സ്ക്രൂ ബോൾട്ട്, നെറ്റ് ബോൾട്ടൊക്കെ മേടിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് ചെയ്തിട്ടായിരിക്കും നമ്മളത് റീസെയിൽ ചെയ്യുക. 2 തരത്തിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനം എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ റീസെയിൽ പ്രോസസ്സിങ് ചെയ്യും. പിന്നെ വന്നിട്ട് സെയിൽസ് റിട്ടേൺ ഓഫ് ഗൂഡ്സ് ടു സപ്ലൈസ്. നമ്മൾ എന്തെങ്കിലും ഡാമേജോ ഡിഫക്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് തിരിച്ച് വാങ്ങിച്ച അടക്കം തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കാറുണ്ട്. സപ്ലയേഴ്സ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതൊക്കെ നോക്കിയിട്ടൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അത് തന്നെയാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നോക്കും. നമ്മൾ ഇപ്പോൾ ഒരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ശരിക്കും നോക്കും. നമുക്കൊരു ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റി വെച്ചിട്ട് റിട്ടേൺ ആയിട്ട് കൊടുക്കും നമ്മൾ. അതാണ് ഓക്കെ, അതാണ് നമ്മൾ പർച്ചേസും. പിന്നെ അതിൻ്റെ ഇതിൽ തന്നെയാണ് വരുന്നത് പർച്ചേസ് റിട്ടേൺ. റിട്ടേൺ എന്ന് വെച്ചാൽ നമ്മൾ മേടിച്ച സാധനം എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് തിരിച്ചു കൊടുക്കുന്നതിനാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെയിൽ നോക്കാം. ഇറ്റ് റെഫർ ടു പ്രൊസീഡ്സ് ഓഫ് ഗൂഡ്സ് സോൾഡ് ഓർ റെസീപ്റ്റ്സ് ഫോർ സർവീസ് എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഗൂഡ്സിന് വിൽക്കുന്നത്, സാധനങ്ങൾ വിൽക്കുന്നതും പിന്നെ അതുപോലെ തന്നെ നമുക്ക് റെസീപ്റ്റ്സ് ഫോർ സർവീസ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സർവീസൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് കിട്ടുന്ന റെസീപ്റ്റ്സ് റിട്ടേൺ ബൈ ദ ബിസിനസ് മാന് കിട്ടുന്നത്. ഇറ്റ് ഈസ് ദി മേജർ സോഴ്സ് ഓഫ് റവന്യൂ. അത് എന്നിട്ട് വലിയ സോഴ്സ് ഓഫ് റവന്യൂ ആണ്. പക്ഷേ നമ്മൾ വിൽക്കുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും മാനുഫാക്ചർ ചെയ്യുന്നത്, നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ക്ലോത്ത് തുണി മേടിക്കുകയാണെങ്കിൽ നമ്മൾ പല ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ തുണി മേടിക്കണം, അതിനനുസരിച്ച് ഇപ്പോൾ ഷർട്ടൊക്കെ ആണെങ്കിൽ ബട്ടൺസ് മേടിക്കണം, അങ്ങനെ പല രീതിയിലും നമ്മൾ പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടാണ് നമ്മൾ ഒരാൾക്ക് തന്നെ വിൽക്കുന്നത് തുണി റെഡിയൊക്കെ. അപ്പോൾ അതിന് നല്ല നമുക്ക് റവന്യൂ ഇങ്ങോട്ട് കിട്ടും. അതുപോലെ നമ്മൾ മേടിക്കുന്നത് അതുപോലെ നമുക്ക് ചിലവുകളും ഉണ്ട്. എന്നുവെച്ചാൽ നമുക്ക് വേജസ് കൊടുക്കാനും സാലറി കൊടുക്കാനും എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം കണക്കാക്കിയിട്ടാണ് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുക പറഞ്ഞിട്ട്. ഡൺ ബൈ ദി ബിസിനസ്. ഇറ്റ് ഈസ് ദി മേജർ സോഴ്സ് ഓഫ് റവന്യൂ. ഓക്കെ, ഓഫ് എനി ബിസിനസ്. ഇറ്റ് ക്യാൻ ബി എ ക്യാഷ് സെയിൽ ഓർ ക്രെഡിറ്റ് സെയിൽ. ചിലപ്പോൾ ക്യാഷ് സെയിലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ പർച്ചേസിൽ പൈസ കൊടുത്ത് മേടിക്കുന്നതും അല്ലെങ്കിൽ പിന്നീട് പൈസ കൊടുക്കുന്നതും അതുപോലെ തന്നെയാണ് സെയിൽസിലും. അവർ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് ക്യാഷ് തന്നെ മേടിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ അവർ ഇത്രയും ദിവസം സമയം വേണം അതിനുവേണ്ടി തിരിച്ചു തരാമെന്ന് പറയുന്നവരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ 2 രീതിയിലും സെയിൽ ഉണ്ടാവും. അസെറ്റ് സോൾഡ് ഡു നോട്ട് കം അണ്ടർ ദിസ്. അസെറ്റ് എന്ന് വെച്ചാൽ അസെറ്റ് വിൽക്കുകയാണെങ്കിൽ നമുക്കിതിൽ വരത്തില്ല. ബിക്കോസ് അസെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇതാണ്. നമ്മളത് വിൽക്കുമ്പോൾ നമുക്കത് വേറെ രീതിയിലായിട്ടാണ് നമുക്കത് വരുന്നത്. ഓക്കെ, സോൾഡ് അണ്ടർ കംസ് അത് വരത്തില്ല ഇതിൽ. അസെറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ലേറ്റർ ഓൺ ക്യാഷായിട്ട് കിട്ടുന്ന ഒരു ഇതാണ്, അത് നമുക്കൊരു ഇതാണ്. പക്ഷേ അത് ഇതിൽ വരത്തില്ലത്. റിട്ടേൺസ് ഓർ ഗൂഡ്സ് ബൈ ദി കസ്റ്റമർ ആസ് സോൾഡ് ഏർലിയർ ടു ദ ബിസിനസ് ഈസ് കോൾഡ് സെയിൽസ് റിട്ടേൺ. അതായത് നമ്മൾ കൊടുക്കുന്ന സാധനം അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ കൊടുത്ത എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നോക്കിയിട്ട്
ഇതുപോലെ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് തന്നെ അയക്കാം. അതിനെയാണ് നമ്മൾ സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ സെയിൽസ് റിട്ടേൺ. അപ്പോൾ മനസ്സിലായല്ലോ, സെയിൽസും പർച്ചേസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ, ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉള്ള സാധനം നമ്മൾ സ്റ്റോക്ക് എന്നാണ് പറയുക. The goods is lying with the business for sale or any given date are called stock. അതായത് നമ്മുടെ കയ്യിൽ ഗൂഡ്സ് വിൽക്കാനായിട്ട് നമ്മൾ വെക്കുന്നതും അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും വിൽക്കാനായിട്ട് വിൽക്കുന്നതും ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റോക്ക് വെക്കുന്നതും ആയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊക്കെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. പിന്നെ ദ വാല്യൂ ഓഫ് ഗൂഡ്സ് റിമൈനിങ് അൺസോൾഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരിയഡ് ഈസ് നോൺ ആസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻഡ് ഓഫ് ദി അക്കൗണ്ട്, അതായത് ഇതിപ്പോൾ നമ്മൾ ഗൂഡ്സൊക്കെ അൺസോൾഡ് ആയിട്ട് കിടക്കും. നമ്മളിപ്പോൾ ഒരു വർഷം, അതായത് നമ്മളിപ്പോൾ ഇയർ എൻഡ് അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1 തൊട്ടിട്ട് 31 മാർച്ചാണ്. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ സാധനങ്ങളൊക്കെ വിൽക്കണം. 31 മാർച്ചായിട്ട് നമുക്ക് ഈ സാധനം വിൽക്കാൻ പറ്റില്ലെങ്കിൽ അത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ആവും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ വർഷത്തെ നമ്മൾ അത്രയും ക്ലോസ് ചെയ്തിട്ട് വേണം വർഷത്തിൽ ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇൻ ദി കേസ് ഓഫ് മാനുഫാക്ചറിങ് കൺസിസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ ആവാൻ ചിലപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് ആവാം ആൻഡ് ഫിനിഷ് ഗുഡ്സ് ആവും. ചില വർക്കുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് റോ മെറ്റീരിയൽ, അതായത് നമുക്ക് റോ മെറ്റീരിയൽ കയ്യിലുണ്ടാവും, വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കായിരിക്കും. അപ്പോൾ 31 മാർച്ച് ആകുമ്പോഴത്തേക്കും പിന്നെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ചിലപ്പോൾ അവർക്ക് 31 മാർച്ചിന് വേണ്ടായിരിക്കും, അവർക്ക് ചിലപ്പോൾ ഏപ്രിൽ 14 അല്ലെങ്കിൽ ഏപ്രിൽ 20 ആ സമയത്തൊക്കെ മതിയായിരിക്കും. സോ അപ്പോൾ അവർക്ക് ആ സമയത്തൊക്കെ ഗൂഡ്സ് എന്താ ഫിനിഷ് ഗൂഡ്സ് മതിയായിരിക്കും. സോ അപ്പോഴൊക്കെ അതൊക്കെ വർക്കിംഗ് പ്രോഗ്രസ് ആണല്ലോ. സോ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യണം എന്തായാലും അടുത്ത വർഷത്തേക്ക്. സോ അപ്പോൾ അതൊക്കെയാണ് നമുക്ക് വർക്കിംഗ് പ്രോഗ്രസ്സും വരുന്നത്. പിന്നെ ഫിനിഷ് ഗൂഡ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെക്കും. ചിലപ്പോൾ അവർക്ക് ഇപ്പോൾ വേണ്ടായിരിക്കും. സോ അവർക്കിപ്പോൾ അത് വേണ്ടായിരിക്കും, പിന്നീട് മതിയായിരിക്കും. സോ അപ്പോൾ അത് പറയും ഏപ്രിൽ ആ സമയത്തൊക്കെ മതി. നമുക്ക് ഓർഡർ മാർച്ചിലേക്ക് കിട്ടിയിട്ടുണ്ടാവും, നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ഏപ്രിലാവും. ചിലപ്പോൾ നമ്മൾ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, പക്ഷേ എന്നാലും അവർക്കപ്പോൾ വേണ്ടെങ്കിൽ അതും അവിടെ കിടക്കും. ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് എ പർട്ടിക്കുലർ പീരിയഡ് ബിക്കംസ് ദി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ദി നെക്സ്റ്റ് പീരിയഡ്. അതായത് നമുക്ക് ഈ വർഷം നമ്മൾ നോക്കും 31 മാർച്ച് ആകുമ്പോഴത്തേക്ക് എന്തൊക്കെ സാധനങ്ങൾ പെൻഡിങ് ഉണ്ട്, അതായത് എന്തൊക്കെ സ്റ്റോക്കുകൾ പെൻഡിങ് ഉണ്ട്, വർക്കുകൾ പെൻഡിങ് ഉണ്ട്, എല്ലാം നമ്മൾ നോക്കിയിട്ടാണ് അതിനെ നമ്മൾ അടുത്ത വർഷത്തേക്ക് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് കാണിക്കും. ഈ വർഷം നമ്മൾ 31 കഴിഞ്ഞാൽ നമ്മൾ ഒന്നും മാനുഫാക്ചേഴ്സൊക്കെ നടന്നുകൊണ്ടിരിക്കും, പക്ഷെ നമ്മൾ അക്കൗണ്ട്സിൽ കാണിക്കത്തില്ല. 31 ആകുമ്പോഴത്തേക്കും നമ്മൾ എല്ലാം ക്ലോസ് ചെയ്യും, അക്കൗണ്ട്സ് എല്ലാം ക്ലോസ് ചെയ്യും. നമ്മൾ പുതിയ വർഷം തുടങ്ങുമല്ലേ, അപ്പോൾ ഏപ്രിൽ തുടങ്ങുമല്ലേ, ഏപ്രിലത്തേക്ക് നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്യും. ഇത് ക്ലോസ് ചെയ്തിട്ട് ഈ അക്കൗണ്ട് ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് അടുത്ത വർഷത്തേക്ക് നമ്മൾ ആ ക്ലോസിങ് എമൗണ്ട് വന്നിട്ട് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ കാണിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് അവിടെ ക്ലോസ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ പൈസ തരാനുണ്ടെങ്കിലും കിട്ടാനുണ്ടെങ്കിലും കൊടുക്കാനുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് കാണിക്കും നമ്മൾ. അപ്പോൾ അത് അതിൽ തന്നെ വരും. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ നോക്കിയത്, പർച്ചേസ്, സെയിൽസ്, സ്റ്റോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മൂന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. തീരെ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. പിന്നെ നിങ്ങൾ എൻ്റെ ആദ്യത്തെ ചാനലായ ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷും മോട്ടിവേഷണലും ഗ്രാമറിൻ്റെ ക്ലാസ്സുകളാണ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഫസ്റ്റിൽ കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ആ ചാനൽ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. എൻ്റെ വാട്സപ്പ് നമ്പറാണ്. നിങ്ങൾ ആ നമ്പറിലേക്കൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. കോൺടാക്റ്റ് ചെയ്യുക, മെസ്സേജോ എന്തെങ്കിലും അയച്ചാൽ മതി. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. കോൺടാക്റ്റ് ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അപ്പോൾ പറയുന്നതായിരിക്കും. ഓക്കെ, അത് ഓൺലൈനിലും ഓഫ്ലൈനിലുമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. സോ അപ്പോൾ
സോ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ഒന്ന് എൻ്റെ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ആർക്കെങ്കിലും ഇഷ്ടമാവുന്നു എന്ന് തോന്നുവാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തായിട്ട് കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാകുമ്പോൾ അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സി യു.